ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വെജിറ്റബിൾ പുലാവാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്, നാവിൽ വെള്ളം ഊറുക, അത്രയും ടേസ്റ്റാണ് കേട്ടോ, നല്ല രുചിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 1.5 കപ്പ് നമ്മുടെ ബസ്മതി റൈസാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇഷ്ടമുള്ള അരി എടുക്കുക, ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതുപോലെ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഞാനത് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കഴുകിയെടുക്കാം കേട്ടോ. അതിൽ ഈ പൊടി പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ലപോലെ കഴുകിയെടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിന് അരമണിക്കൂർ നമുക്ക് കുതിരാൻ വെക്കണം കേട്ടോ. എന്നാലും നല്ല അടിപൊളി റൈസ് കിട്ടും. ഞാൻ മൂടി വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 ചെറിയ സവാളയാണ് എടുത്തത്, പിന്നെ തക്കാളി, പിന്നെ നമ്മൾ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ബീൻസും ആണ് എടുത്തത് കേട്ടോ. ഞാൻ തക്കാളി തൊലി കളഞ്ഞാണ് ഉപയോഗിക്കാറ്. ഞാൻ ഇതിലേക്ക് കുറച്ച് പുതിനയാണ്, പുതിന നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും, ഇവിടെ ഒരു പിടിയാണ് ഞാൻ എടുത്തത്, പുതിനയും മല്ലിയിലയും. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് മുറിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ 4 പച്ചമുളക്, പിന്നെ ഞാൻ സോയ ചങ്ക്സാണ് എടുത്തത് കേട്ടോ. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് കുറച്ച് ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് നമ്മളെ സോയാബീൻ ഇല്ലേ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇച്ചിരി ഒന്ന് 2 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇത് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇത് കൂടുതൽ സമയം വെള്ളത്തിലിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഒരു നല്ല പോലെ കുഴഞ്ഞ പോലെ ആയിപ്പോവും. ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പച്ചവെള്ളമാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഈ സോയാബീൻ അതിലിട്ട് കൊടുക്കാം. പിന്നെ നമ്മളത് ഒന്ന് പിഴിഞ്ഞിട്ട് നമുക്ക് എടുത്താൽ നല്ല സോഫ്റ്റായിരിക്കും, അധികം കുഴഞ്ഞു പോകത്തുമില്ല കേട്ടോ. നമുക്ക് ഈ പുലാവൊക്കെ ഉണ്ടാക്കുമ്പോൾ, എന്ത് കറികൾ ഉണ്ടാക്കുമ്പോൾ ഇത് ഇട്ട് കൊടുത്താൽ അധികം കുഴഞ്ഞു പോകത്തൊന്നുമില്ല. നല്ല അടിപൊളി സോഫ്റ്റും നല്ല ടേസ്റ്റിയും ആയിട്ട് കിട്ടും കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു ടിപ്പാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പുലാവാണ് ഇത്. ഞാൻ ഇതുപോലെ എല്ലാം എടുത്തിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യാണ് ഉപയോഗിക്കുന്നത്. ഞാൻ കുറച്ച് നെയ്യും കുറച്ച് ഓയിലും കൂടിയാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ മാത്രം എടുക്കാം, അല്ലെങ്കിൽ നെയ്യ് മാത്രം എടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ പട്ട, ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ജാതിപത്രിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഒരു 3 നമ്മുടെ ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് സ്റ്റാറില്ലേ, അതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഇത് നമ്മുടെ കാപ്പ് ഓഫ് ബഡ്സ് എന്നറിയത്തില്ലേ, അതാണ് കേട്ടോ. അതും കൂടെ അത് ചേർത്തിട്ട് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ പുലാവിന് ബിരിയാണിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇത് പിന്നെ നമ്മളെ സ്റ്റോൺ ഫ്ലവർ എന്ന് പറയുന്നില്ലേ, അതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ജീരകമാണ് ചേർത്ത് കൊടുത്തത്. അതിൻ്റെ വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി കേട്ടോ, അത് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അതുപോലത്തെ 1/2 ടീസ്പൂൺ ജീരകം, നമ്മൾ സാധാരണ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയാണ് കേട്ടോ, അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമുക്ക് അയ്യപ്പൻ്റെ സീസണിലായതുകൊണ്ട് നമുക്ക് നോൺ വെജ് കഴിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ നമുക്കിതുപോലെ ഉണ്ടാക്കി കൊടുത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് കഴിക്കാനും പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി നമുക്ക് ഉള്ളി വഴണ്ടി വരുന്ന സമയം ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഞാൻ ഇതുപോലത്തെ 1.5 കപ്പ് അരിയാണ് എടുത്തത്. ഇനി അതിലേക്ക് ഞാൻ അതിന് ഇരട്ടിയായിട്ട് 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ഇതാണ് കുറച്ച് മല്ലിയിലയും, പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് പുതിനയിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ 2 വഴനയില, നമ്മുടെ ബിരിയാണി ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്.
അതും കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത് കേട്ടോ. കുറച്ച് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് നമ്മുടെ ഉള്ളി വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതില്ലേ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നെയ്യ് ഓയിലാകുമ്പോൾ പ്രത്യേക ഒരു സ്മെല്ലാണ്. അപ്പോൾ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ക്യാരറ്റും ബീൻസും കൂടെ ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇത് ചെരിച്ചൊക്കെയാണ് അരിഞ്ഞത് കേട്ടോ. നല്ല അടിപൊളി സ്റ്റൈലുണ്ട്, നല്ല കളർഫുള്ളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ക്യാരറ്റും ബീൻസും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി ഒന്ന് വഴണ്ട് വന്നാൽ നമ്മൾ ഉരുളക്കിഴങ്ങ് കളറ് മാറാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വെള്ളത്തിലിട്ട് കൊടുത്തത് കേട്ടോ. കളറൊന്നും പോയില്ല കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. ഞാൻ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തത്. കണ്ടില്ലേ, ഇനി നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ഓൾറെഡി ഉപ്പ് ചേർത്ത് കൊടുക്കാത്തായിരുന്നു കേട്ടോ വെള്ളത്തിൽ. നമുക്കിതിലേക്കും കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് വെജിറ്റബിൾസിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുക്കറിലും പെട്ടെന്നാകും കേട്ടോ. പിന്നെ കുറച്ച് പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 1 വിസിലടിച്ചാൽ മതി കേട്ടോ. 1 വിസിലടിച്ചാൽ മതി. ഇതെല്ലാം വഴറ്റി കൊടുത്തിട്ട് നമുക്ക് 1 വിസിലടിച്ചാൽ നല്ല അടിപൊളി ചോറ് കിട്ടും കേട്ടോ. ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാൻ എപ്പോഴും തോല് കളഞ്ഞാണ് ഉപയോഗിക്കാറ് കേട്ടോ. നല്ല പെട്ടെന്ന് ദഹനത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് ദഹിക്കാനും ഒക്കെ നല്ലതാണ് തക്കാളി തോല് കളയുന്നത്. ഇനി നമുക്കിത് 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതൊക്കെ എല്ലാ വെജിറ്റബിൾസൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെ സോയാബീനില്ലേ അതും കൂടെ നല്ല സോഫ്റ്റാണ് കേട്ടോ. അധികം കുഴഞ്ഞൊന്നും പോവത്തുമില്ല. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത പോലെ ചെയ്താൽ കുഴഞ്ഞൊന്നും പോവത്തില്ല. ഇനി നമുക്കതൊന്ന് അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോഴേക്കും നമ്മളെ അരിയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അരമണിക്കൂർ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു അരിപ്പത്തട്ടിലേക്ക് ഞാനത് ഊറ്റിയെടുക്കുവാണ് ചെയ്യുന്നത്. ഇതുപോലെ അരിപ്പത്തട്ടിൽ ഊറ്റിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അതുപോലെ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ലൊരു മണമാണ് കേട്ടോ. ബിരിയാണിയുടെ അതേ ഒരു ടേസ്റ്റ്, ഒരു മണം, ഒരു ഗരം മസാല ഇതൊക്കെ ഇട്ടല്ലോ നമ്മൾ എന്നാണ് ഗ്രാമ്പൂ പട്ട അങ്ങനത്തെ എല്ലാം ഇട്ടുകൊണ്ട് നല്ലൊരു മണമാണ് കേട്ടോ. ഈ മൂടി അടപ്പൊക്കെ തുറക്കുമ്പോഴേക്കും നല്ലൊരു സ്മെല്ലാണ്. ഇനി നമുക്ക് നമ്മുടെ അരിയില്ലേ, നമ്മൾ അരിപ്പത്തട്ടിൽ വെച്ച ആ അരി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന്, ഞാൻ പറഞ്ഞില്ല ഇത് സാധാരണ റൈസ് വെച്ചിട്ടാക്കാം, ജീര റൈസ് വെച്ചിട്ടൊക്കെ ഈ പുലാവ് റെഡിയാക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മളെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചൂടുവെള്ളം നമ്മൾ തിളപ്പിച്ച് കൊടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തു. അല്ലേ, നല്ലൊരു മണമാണ്. ആ വെള്ളം ചേർക്കുമ്പോഴേ ആ പുതിനയും മല്ലിയെല്ലാം ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിട്ടാണ്. ഞാൻ ഉപ്പുണ്ടാകുന്ന നോക്കലാന്ന്. നമ്മൾ ഉപ്പ് ചേർത്തായിരുന്നു, വെജിറ്റബിൾ ഉപ്പ് ചേർത്തായിരുന്നു. നമ്മൾ വെള്ളത്തിലും കുറച്ച് ഉപ്പിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഉപ്പൊക്കെ പാകമാണ്, ആവശ്യമൊന്നുമില്ല. ഞാനിതൊന്ന് ഒരു 5 മിനിറ്റ് അത്രയേ വേണം കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും നമുക്ക്. കണ്ടില്ലേ, ഇതാ വേവാറായിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇടയ്ക്കൊന്ന് ഇങ്ങനെ മൂടി തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അടിക്ക് പിടിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സായിട്ട് ഇത് കൊടുത്തു വിടാനും പറ്റും. നല്ല ടേസ്റ്റിയാണ്. എന്തായാലും കുട്ടികൾ കഴിക്കുകയും ചെയ്യും കേട്ടോ. നല്ല ഹെൽത്തിയാണ്. നമുക്ക് പെട്ടെന്ന് ഹെൽത്തി ആയ ഒരു ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ ഇത്.
ഇനി നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 2 മിനിറ്റും കൂടെ മൂടി വെച്ച് വേവിക്കണം കേട്ടോ. ഇച്ചിരിയും കൂടെ വെള്ളമുണ്ട് കേട്ടോ അതിലേക്ക്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് നമ്മുടെ വെജിറ്റബിൾ പുലാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളി സ്മെല്ലാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്ക് നമ്മുടെ ഇതല്ലേ ഗ്രീൻ പീസ് അതൊക്കെ ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും നല്ല ടേസ്റ്റാണ്. അത് നമ്മുടെ ഫ്രോസൺ പീസൊക്കെയാണ് കിട്ടിയാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു. ഇനി അതിലേക്ക് ഞാൻ കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വഴണ്ട് വന്ന് ഇനി ഞാൻ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അടിപൊളി വെജിറ്റബിൾ പുലാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ലഞ്ച് റെസിപ്പി, നല്ല ഹെൽത്തി ലഞ്ച് റെസിപ്പിയാണ്. നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും കഴിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മളെ മീനൊക്കെ കഴിക്കാൻ പറ്റാത്ത സമയമല്ലേ ഇപ്പം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.